ഞാനിപ്പോൾ ഈ നടക്കുന്നത് ലണ്ടനിലെ സെൻറ്റ് പാൻക്രാസ് ട്രെയിൻ സ്റ്റേഷൻ്റെ അരികിലോട്ടാണ്. ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്ത് വേറെ അടുത്തുള്ളൊരു സ്ഥലത്ത് ഒരാവശ്യത്തിന് വന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇവിടെ നിന്ന് ട്രെയിൻ ഇറങ്ങി ഞാൻ അങ്ങോട്ട് ബസ്സിലാണ് പോയെങ്കിലും തിരിച്ച് നടന്നാണ് ഞാനിപ്പോൾ ട്രെയിൻ സ്റ്റേഷൻ അരികിലോട്ട് പോകുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെ. സെൻട്രൽ ലണ്ടനിൽ തന്നെയാണ് ഈ സ്ഥലം ട്രെയിൻ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന ബസ് സ്റ്റേഷൻ്റെ പേരാണ് ചൈനീസ് പ്ലേസ് ബസ് സ്റ്റേഷൻ. എന്തുകൊണ്ടാണെന്ന് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരുപാട് ചൈനക്കാർ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. അപ്പോൾ ഈ റോഡ് തന്നെ ഉണ്ടല്ലേ, ഈ സെൻട്രൽ ലണ്ടനിൽ മൊത്തം സൈക്കിളുകാർക്ക് പ്രത്യേകം റോഡ് അവർ പണിത് തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫുട്പാത്ത് പോലെ ആയാലും എല്ലാത്തിനും അവർക്ക് പ്രത്യേക സൈക്കിൾ ലൈനുണ്ട്. യൂറോപ്പിലെ മിക്ക നഗരങ്ങളിലും അത് നമുക്ക് കാണാൻ കഴിയും. ആ സൈക്കിൾ ലൈനിൽ കൂടെ വളരെ ഫാസ്റ്റിൽ സൈക്കിളുകൾ വളരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകണതാണ്. അപ്പോൾ എൻ്റെ ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് സെൻറ്റ് പാൻക്രാസ് ട്രെയിൻ സ്റ്റേഷൻ. വളരെ വലിയ ട്രെയിൻ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് യൂറോ ടണൽ എന്നുള്ള ഒരു കടൽ മാർഗം ഉള്ള ട്രെയിനിലൂടെ കടലിൻ്റെ അടിയിൽ കൂടെയാണെന്ന് തോന്നി ഈ ട്രെയിനിലെ പാത കടന്നു പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ യൂറോപ്പിലോട്ട് പോകാൻ ഈ ട്രെയിൻ സ്റ്റേഷൻ വഴിയാണ് സാധിക്കുക. ഇംഗ്ലണ്ടിൽ സെൻറ്റ് പാൻക്രാസ് ഇൻ്റർനാഷണൽ ട്രെയിൻ സ്റ്റേഷൻ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഡൊമസ്റ്റിക് ലൈനുകൾ ഒരുപാട് ഇംഗ്ലണ്ടിൻ്റെയും മൊത്തത്തിൽ ബ്രിട്ടൻ്റെ എല്ലാ ഭാഗത്തോട്ടും മറ്റുള്ള നാഷണൽ റെയിൽ ലൈനുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയെങ്കിലും ഞാൻ അറിയാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ ഇറങ്ങിയ എക്സിറ്റ് റോങ് സൈഡായി പോയി. പിന്നെ ഞാൻ കറങ്ങി ചുറ്റി അപ്പുറം ചെന്നപ്പോഴാണ്, ഒരു 10 മിനിറ്റോളം നടന്ന് അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ 2 സൈഡിൽ എക്സിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തൊട്ട് മുമ്പിലുള്ള എക്സിറ്റ് കയറാതെ ഞാൻ റോങ് സൈഡിൽ കൂടെ ഇറങ്ങിയോണ്ട് എനിക്ക് കറങ്ങി ചുറ്റേണ്ടി വന്നു. ഈ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കി നടന്നുകൊണ്ട് എനിക്ക് പറ്റിയത്. ഒരുപാട് ബസ്സുകളുണ്ട്, ഡബിൾ ഡെക്കർ ബസ്സുകളുണ്ട്. നല്ല രസം തന്നെയാണ് ഈ സ്ഥലം കാണാൻ. ഈ ഇടത് സൈഡിൽ കിടക്കുന്ന ഒരുപാട് ബ്ലാക്ക് ക്യാബ് എന്ന് പറയുന്ന ടാക്സികളാണ് ഇടത് സൈഡിൽ കിടക്കുന്ന. ഈ വരുന്ന ആൾക്കാർ ആ ടാക്സിയിൽ കയറിയാണ് അവരുടെ ടാക്സി ബുക്ക് ചെയ്യുമ്പോഴാണ് അവർ വന്ന് കിടക്കുന്നത്. അതോ അല്ലാതെയെന്ന് അറിഞ്ഞൂടാ. ഒരുപാട് ടാക്സികൾ കിടക്കുന്നുണ്ട് ഇവിടെ. വലത് വശത്ത് ഒരു നല്ല മനോഹരമായ ഒരു ബിൽഡിങ്, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഡിസൈൻ, മോഡേൺ ഡിസൈനാണിത്. ഈ വലത് വശത്ത് കാണുന്ന ബിൽഡിങ് അത് എനിക്ക് തോന്നുന്നൊരു കോളേജ് ആകാനാണ്, യൂണിവേഴ്സിറ്റി കോളേജ് ആവാനാണ് സാധ്യത. ഒരു ഫോറിൻ സ്റ്റുഡൻറ്റുകളൊക്കെ ഒരുപാട് പഠിക്കുന്നതും അല്ലാതെയുള്ള വലിയൊരു കോളേജാണ് എന്ന് എനിക്ക് ഒറ്റനോട്ടത്തിൽ തോന്നുന്നത്. നല്ല ബിൽഡിങ്ങിൻ്റെ ഭംഗി എന്നെ നല്ലോണം ആകർഷിച്ചു. നല്ല ആർക്കിടെക്ചർ, നല്ല രീതിയിൽ അതിന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാണാൻ ഒക്കെയാണ് നല്ല ലുക്കുള്ളൊരു ബിൽഡിങ്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് ഈ സൈഡിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് അതാണ് എക്സിറ്റ്. ഞാൻ ഇറങ്ങിയ എക്സിറ്റ് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവഴി ഇറങ്ങാതെ എനിക്ക് അപ്പുറം സൈഡിൽ കൂടെ പോയാൽ മതിയായിരുന്നു. അപ്പോൾ കറങ്ങി ചുറ്റേണ്ടി വന്നു ഒത്തിരി. ഇവിടുത്തെ സ്ഥലങ്ങൾ കാണുന്ന ബോർഡായത്. അപ്പോൾ കുറേ സൈക്കിളുകൾ ഇവിടെ ഇങ്ങനെ ആളുകൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുമ്പേ പോകുന്ന 2 പൂമാർ ഇടയ്ക്കിടയ്ക്ക് ഒരു സൈക്കിളിനും പിടിച്ച് നോക്കുന്നുണ്ട്. സൈക്കിൾ മോട്ടിക്കാൻ ഉള്ള ആൾക്കാരാണെന്ന് അറിഞ്ഞൂടെ. ഇവിടെ ഒരുപാട് സൈക്കിൾ മോഷണമൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും നല്ലൊരു സൈക്കിൾ വെച്ച് അപ്പോഴടിച്ചുകൊണ്ട് പോകും. അങ്ങനെ സ്ഥലം ഇത്. ഈ നേരെ കാണുന്ന ആ ബിൽഡിങ്ങുകളെല്ലാം ഈ വിക്ടോറിയൻ കാലത്തുള്ള ഡിസൈനുകൾ പണിത പഴയ കെട്ടിടങ്ങളാണ്. റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വിക്ടോറിയൻ ഡിസൈനുകളാണ് അതൊക്കെ. പഴയ കാലത്ത് ഈ ബിൽഡിങ്ങുകളൊക്കെ വിക്ടോറിയൻ ടൈപ്പിലുള്ള ബിൽഡിങ്ങുകളാണ്. ഇത് ട്രെയിൻ സ്റ്റേഷനാണ്. അത് ട്രെയിൻ സ്റ്റേഷൻ്റെ ഉൾഭാഗമാണത്. കാണാൻ നല്ല ഭംഗിയുണ്ടത്. അപ്പോൾ ഞാൻ ഈ ബ്രിട്ടീഷ് ലൈബ്രറി ഇതിനടുത്താണെന്നറിഞ്ഞ് ഒന്ന് കണ്ടേക്കാം. ബ്രിട്ടീഷ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ലൈബ്രറിയാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രൗഢി കാണിക്കുന്ന ഒരു ലൈബ്രറിയാണ് ബ്രിട്ടീഷ് ലൈബ്രറിയൊക്കെ. അപ്പോൾ അത് ഒന്ന് കണ്ടേക്കാമെന്നും പറഞ്ഞ് ഞാനുള്ള യാത്രയാണ്, മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ
ഒരുപാട് ഗേറ്റുകളുണ്ട്. അപ്പോൾ പെഡൻസ്ട്രിയൻ നടന്ന് എൻ്റെ പോകാനൊരു ഗേറ്റ്, ഡ്രൈവ് ചെയ്ത് പോകാൻ ഓരോ ഗേറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് ഗേറ്റുകളുണ്ട്. അപ്പോൾ പെഡസ്ട്രിയന് പോകാൻ പറ്റിയ ഗേറ്റ് ഏതാണെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ടുള്ള യാത്രയാണ്. സൈക്കിളുകളെല്ലാം പൂട്ടി വെച്ചിട്ട് ആളുകൾ ട്രെയിനിൽ പോകാനാണെന്ന് തോന്നുന്നത്. അത് ലൈബ്രറി വന്നവരാണെന്നറിയാം. ഒരുപാട് സൈക്കിളുകൾ ഇവിടെ പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേതാ നമ്പർ? ഇത് നമ്പർ 5 ഗേറ്റ് നമ്പർ 5. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഒരു എൻട്രൻസ്. ഇപ്പോൾ ഇതിന് ഒരുപാട് എൻട്രൻസ് ഇവിടെ ഉണ്ട് ഈ ലൈബ്രറിക്ക്. അപ്പോൾ ഒരു മോഡേൺ ബിൽഡിംഗ് ആണെന്ന് തോന്നി കേട്ടോ. ബ്രിട്ടീഷ് ലൈബ്രറിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വളരെ വലിയൊരു ലൈബ്രറിയാണ്. അപ്പോൾ ഇത്രയും വലുതായിരിക്കുമെന്ന് ഏറ്റവും പ്രതീക്ഷയില്ല. ഭയങ്കര വിശാലമായൊരു ലൈബ്രറി തന്നെയാണ് ഇത്. ഓക്കെ, ഇതിന് ചുറ്റാകെ വേറെ ഒരുപാട് എൻട്രൻസ് ഉണ്ട് ഈ ലൈബ്രറിയിലോട്ട് വരാൻ. പിന്നെ ഇവിടെ തന്നെ ഈ ഒരു അതിശയപ്പെടുത്തിയത് അവിടെ ഒരു ടെൻറ്റിൽ ഈ ഇതെന്താണ് സംഭവം എന്നറിയാൻ പറ്റും. ടെൻറ്റിൽ അതിനകത്ത് എന്തോന്ന് സംഭവം എന്ന് എനിക്കറിയാൻ വയ്യത്. അവിടെ എന്തോ ഇനി വല്ല റിസർച്ചോ എന്തോ സംഭവം എന്നറിയാൻ പറ്റും. ടെൻറ്റുകൾ കുറേ കിടക്കുന്നു, വൈറ്റ് ടെൻറ്റുകൾ. ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, റെസ്റ്റോറൻറ്റ്, കോഫി കുടിക്കാൻ പറ്റിയ കോഫി ഷോപ്പും കാര്യങ്ങളും എല്ലാം പുറത്തുമുണ്ട്. അതിന് ചുറ്റാകെ പല പല സ്ഥലത്തായിട്ടും ഉണ്ട് ബിൽഡിങ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ആണ് ഇത്, മെയിൻ ഗേറ്റ്. അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ക്യൂ നിന്നാണ് ഈ പച്ച ഉടുപ്പിട്ട 2 കുട്ടികൾ, അവരുടെ അച്ഛനും എനിക്ക് എൻ്റെ കൂടെ കുറേ നേരം ഉണ്ടായിരുന്നു. അവരിവിടെ വന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ ഈ ലൈബ്രറിയിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ളത്. അതിൻ്റെ അതിനായിട്ടായിരിക്കും അവർ വന്നത്. ഇവിടെ ടെന്നീസ് കളിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു. നമ്മൾ ചെക്കിങ് കഴിഞ്ഞാണ് ഞാൻ അകത്ത് കയറിയത്. ബാഗ് ചെക്ക് ചെയ്യും നമ്മുടെ എല്ലാവരുടെയും. ബുക്കുകൾ എന്തെങ്കിലും എടുക്കുകയോ ഇല്ല എന്നൊക്കെ അറിയാനായിരിക്കാം. അപ്പോൾ എന്താണ് ഈ ലൈബ്രറിയിൽ റീഡിങ് എൻ്റെ ഒരു ഇഷ്ടവിഭവമല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുന്നതേ ഉള്ളൂ ഇവിടുത്തെ സംവിധാനം എങ്ങനെയാണ്. ഒരുപാട് സ്റ്റുഡൻസുകൾ, യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റുഡൻസുകൾ ഇവിടെ എവിടെ നോക്കിയാലും ഇരുന്ന് റീഡ് ചെയ്യുന്നതും റിലാക്സ് ചെയ്യുന്നതും കാണാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങോട്ടൊന്ന് നടന്ന് നോക്കട്ടെ, എന്താണ് ഇവിടെ ഉള്ളതെന്ന് നോക്കട്ടെ. വലിയ ബിൽഡിങ്ങാണ്, പക്ഷേ എനിക്ക് ഫുള്ള് ഈ ബിൽഡിങ് ചുറ്റിക്കറങ്ങി കാണാനുള്ള ഒരു സമയപരിധി ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് നോക്കട്ടെ. കുറേ ഫോട്ടോകളിരിക്കുന്നു, കുറേ പഴയ കാല ആഫ്രിക്കൻ വംശജരുടെ ഫോട്ടോകളാണെന്ന് തോന്നുന്നു കുറേ ഇരിക്കുന്നു ഇവിടെ. സ്റ്റുഡൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം നടക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസുകൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ഫ്ലോറ്. ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് കോൺസെർട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ പേ ചെയ്ത് വേണം കാണാനുള്ളത്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അല്ലാണ്ട് ഈ ലൈബ്രറി വിസിറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോയി. ഇതൊരു സ്റ്റേജ് ഷോ നടക്കുന്ന ഒരു കുഞ്ഞ് സ്റ്റേജ് ആകേണ്ടത്. നമ്മളിപ്പോൾ അവിടെ സ്റ്റേജ് പരിപാടികളൊക്കെ ഇടയ്ക്ക് നടക്കാറുണ്ട്. ഇനിയിപ്പം മേളിൽ 2nd ഫ്ലോറിലോട്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ. എലവേറ്ററും ഉണ്ട് തൊട്ടടുത്ത് തന്നെ, നടന്നും പോകാൻ മേളിലോട്ട്. ഇവിടെ എന്താണ്, ഇവിടെ എങ്ങോട്ട് നോക്കിയാൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റുകൾ ഇരുന്ന്, ഇവിടുത്തെ എനിക്ക് തോന്നുന്നു വൈഫൈ ഫ്രീ ആണ് ഇവിടെ മിക്ക ഇംഗ്ലീഷ് ലൈബ്രറിയിൽ ഫ്രീ ആയിരിക്കും. അപ്പോൾ അത് കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞു. അതോ റീഡിങ്ങിനായിട്ട് വന്നതാണ്. ഒരുപാട് ഏത് കോണിൽ നോക്കിയാലും ഒരു ഗ്രൂപ്പായിട്ട് പിള്ളേർ ഇരുന്ന് അവരെന്തൊക്കെ പഠിക്കുകയോ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. റീഡിങ് ആണോ എന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനില്ല. തിരിച്ച് ഞാൻ നടക്കുന്നതാണ്. തിരിച്ച് നടന്ന് പോകാനാണ് പരിപാടി. അപ്പം ഞാൻ കയറിയ ഒരു ബിൽഡിങ്ങിൻ്റെ ഇടത് സൈഡിൽ കൂടെ ആണെങ്കിൽ തിരിച്ചിറങ്ങുന്ന ബിൽഡിങ്ങിൻ്റെ വലത് സൈഡിൽ കൂടെയുള്ള ഡോറിൽ കൂടെ ആയിരിക്കും തിരിച്ചിറങ്ങുന്നത്. നല്ല ഒരു വൈബ്, നല്ല പ്രത്യേക വൈബാണിത്. ഇങ്ങനെയുള്ള ഒരുപാട് ലൈബ്രറികൾ ഇവിടെ ഉണ്ട്. ഇത്രയും വലിയ ലൈബ്രറി ഞാൻ ആദ്യമായിട്ടാണ്, ബ്രിട്ടീഷ് ലൈബ്രറി.
വളരെ സേഫാണ് ഇവിടേക്ക്. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ആരുടെയും ശല്യമില്ലാതെ ഒരു ബുക്കുകൾ റീഡ് ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യം ഈ ലൈബ്രറികളിലെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് നടക്കണത് വഴിയാണ് ഞാൻ അകത്തോട്ട് കയറിയത്. ഒരു ഗേറ്റാണിത്. ഗേറ്റ് നമ്പർ 5 എന്നാണ് എൻ്റെ പേര്. ഗേറ്റ് ചേട്ടാ തുറന്നിട്ടേക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഗേറ്റ് വഴി ഞാൻ കണ്ട ഇവിടുത്തെ ഇംഗ്ലണ്ടിലെ ബസ്സാണ് പോണത്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് എനിക്ക് ഉള്ള ട്രെയിൻ സ്റ്റേഷൻ തിരിച്ച് പോകാനുള്ള ട്രെയിൻ സ്റ്റേഷൻ ഇടതാണെങ്കിലും ഞാൻ വന്ന സമയത്ത് ഇതുവഴിയാണ് ഞാൻ ചുറ്റിക്കറങ്ങി ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ അപ്പുറത്തെ എക്സിറ്റിൽ പോയത്. കാരണം അതിനകത്ത് നിന്ന് തന്നെ അപ്പുറത്തെ എക്സിറ്റിൽ പോകാമെങ്കിൽ ഞാൻ റോങ് എക്സിറ്റ് വഴി നടന്ന് ഇറങ്ങി പിന്നെ കറങ്ങി ചുറ്റി ഇതേ ഇപ്പോൾ പോണ വഴി കറങ്ങി ചുറ്റി തിരിച്ചപ്പുറം പോയത് ഞാൻ. എന്തായാലും അതുകൊണ്ട് ഈ സ്ഥലങ്ങളെനിക്ക് ഒന്ന് കാണാനും പറ്റി. ഇവിടെ എവിടെ നോക്കിയാലും ഈ പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ സമരക്കാരെ കാണാം. ഈ പാർലമെൻറ്റ് മന്ദിരം ഇവിടെ നിന്ന് വലിയ ദൂരത്തിലല്ല. അപ്പോൾ ഈ സമരക്കാർ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇതൊരു ഫാമേഴ്സ് റൈറ്റിന് വേണ്ടി, കർഷകരുടെ റൈറ്റിന് വേണ്ടി സമരം ചെയ്യുന്ന എൻ്റെ ആ റോഡിനപ്പുറം നിൽക്കുന്നവർ. അപ്പോൾ ഇവിടെ ലണ്ടനിൽ എങ്ങനെയെന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും നല്ല തിരക്കായിരിക്കും. എവിടെ നോക്കിയാലും തിരക്കായിരിക്കും. നല്ല ജനങ്ങൾ തിങ്ങി താമസിക്കുന്നതും അതേപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളാണ് ഈ നഗരങ്ങളെല്ലാം. പഴയ കാലത്ത് ഡെവലപ്പ് ചെയ്ത സിറ്റികളുടെ അന്നത്തെ സിറ്റികളാണിതെല്ലാം. ഈ കാണുന്ന ഹോട്ടൽ തന്നെ എൻ്റെ ആർക്കിടെക്റ്റ് വിക്ടോറിയൻ ഡിസൈനാണ്. ഇതൊക്കെ റോമൻ വിക്ടോറിയൻ ഡിസൈനുകളാണ് ഇതൊക്കെ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ ഹോട്ടലാണിതൊരു എന്ന് വെച്ചാൽ സെൻറ്റ് പാങ്ക്രാസ് ഹോട്ടൽ എന്നാണ്. സെൻറ്റ് പാങ്ക്രാസ് റെസിഡൻറ്റ് ഹോട്ടൽ എന്നാണ് ഈ പേര്. അപ്പോൾ വലിയ ഇച്ചിരി പോഷായിട്ടുള്ള ആളുകൾ വരുന്ന ഹോട്ടലാണ്. അപ്പോൾ അവരുടെയൊക്കെ വാഹനങ്ങൾ തന്നെ വളരെ കൂടിയ വാഹനങ്ങളാണ് അവർ വരുന്നതെല്ലാം. ഇന്നാച്ചിൽ കുറവാണെന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം. ഇവിടെ ഒരുപാട് പോഷ് വാഹനങ്ങൾ വരാറുണ്ട്. അത് കാണാൻ, ആ വാഹനങ്ങൾ കാണാൻ തന്നെ ഒരുപാട് ആളുകൾ സന്ദർശിച്ച് വരാറുണ്ട്. ഇതോടെ കിടക്കുന്ന ഒരു ഫെരാരിയാന്ന് തോന്നുന്നു, അതോ ലാംബോർഗിനി. ഒരു നല്ലൊരു കാർ, രസമുണ്ട് അതിൻ്റെ ഡിസൈൻ കാണാൻ. അതിൻ്റെ കളറുണ്ട്, ഈ തിളങ്ങുന്ന കളറെന്ന് വെച്ചാൽ ഇവരതിൽ ഇവിടെ ഒരു പെയിൻറ്റ് പോലത്തെ കട്ടിയുള്ളൊരു ഷീറ്റ് ഒട്ടിക്കും. അങ്ങനെ അതിൻ്റെ കളർ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ മാറ്റാറുണ്ട്. നല്ലതാണ് ഈ തിളക്കം കൂടുതൽ ഈ കാറിന്. നല്ല മോഡലുള്ള കാർ, നല്ല രസമുണ്ട്. ഓക്കെ, ആളുകൾ ഇതിന് ചുറ്റിനും സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നടന്ന് നോക്കട്ടെ, ഇതൊക്കെ കാണാനൊരു ലുക്കുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ശബ്ദം എന്നായിരിക്കും. സെൻറ്റ് പാങ്ക്രാസ് ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. സാധാരണ രീതിയിൽ നിറയെ പോഷ് കാറുകളായിരിക്കും. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ BMW ഒരുവിധം കൊള്ളാവുന്ന 2-3 കാറുകൾ കിടക്കുന്നു. ബാക്കിയെല്ലാം ഇവിടെ ലോക്കൽ ഡിസൈനുകളാണ്. ഈ കാണുന്നത് ഒരു ഫെരാരിയുടെ പോഷയുടെ ഒരു കാറാണിത്. ഈ കാണുന്നത് പോഷയാണ്. ഏതാണെന്നറിയാം, ഫെരാരിയാന്ന് തോന്നുന്നു. നല്ല രസമുള്ള കാറ്. അപ്പോൾ ഇതിപ്പോൾ ഹോട്ടലിൻ്റെ ഇപ്പം ഞാൻ നടക്കുന്ന എനിക്കൊന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നി. ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശമല്ലേ, റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. പ്രൈവറ്റാണ് പബ്ലിക് ഏരിയ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്തൂടെ ഈ ട്രെയിൻ സ്റ്റേഷൻ ഈ ബിൽഡിങ്ങിൽ തന്നെയാണ്, സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ്. ഇതിനകത്തൂടെ ഒരു എൻട്രൻസ് ട്രെയിൻ സ്റ്റേഷൻ്റെ ഈ ബിൽഡിങ്ങിൽ കൂടെ തന്നെയാണ്. ഈ കാണുന്ന എൻട്രൻസ് ആണ് സെൻറ്റ് പാങ്ക്രാസ് ട്രെയിൻ സ്റ്റേഷൻ്റെ ഒരു എൻട്രൻസ്, ഫ്രണ്ടിലെ എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ വ്യൂ നല്ല രസമുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഈ സെൻറ്റ് പാങ്ക്രാസ് ട്രെയിൻ സ്റ്റേഷൻ്റെ ഒരു ഫുള്ള് വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലത്തെ നിലയാണ്. മുകളിലും ട്രെയിൻ ലൈനുണ്ട്, താഴെയും ട്രെയിൻ ലൈനുണ്ട്. ഒരു സ്റ്റാച്ചു നോക്കി,
നല്ല രസമാണ്, നല്ല പൊക്കത്തിലുള്ള സ്റ്റാച്ചു. ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെയാണ്. എന്താണ് ഈ സ്റ്റാച്ചുവിൻ്റെ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് അതിനടിയിൽ ഒരുപാട് ആളുകളുടെയൊക്കെ പ്രതിമകൾ കൊത്തി വെച്ചിട്ടുണ്ട്. ചുറ്റാകെ പ്രതിമകൾ തന്നെയാണ്. ഏതോ ഒരു കലാകാരൻ്റെ സൃഷ്ടിയാണിത്. ഇവിടെ ഒരു കോഫി ഷോപ്പ് എന്തോ ഓപ്പൺ ചെയ്യുന്ന അതിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇതാണ് സെൻറ്റ് പാൻക്രാസ് ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എനിക്കുള്ള ലൈനിലോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കി. അത് പറ്റും. ഇനിയിപ്പോൾ ഒന്നുകൂടെ നടന്ന് ഈ സംഭവം എൻ്റെ വീഡിയോ ഉണ്ട് വളരെ സ്പീഡിൽ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പോലും അറിഞ്ഞില്ല. എൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മോഡ് മാറിയത് അത് ടൈം ലാപ്പ് എന്ന് പറഞ്ഞൊരു മോഡിലോട്ട് വേണം. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നതെല്ലാം. അങ്ങനെ ഞാൻ ഈ സെൻറ്റ് പാൻക്രാസ് ഇൻ്റർനാഷണൽ ട്രെയിൻ സ്റ്റേഷനകത്തൂടെയാണ് ഈ നടക്കുന്നത്. അപ്പോഴേ വീഡിയോ എത്രയും സ്പീഡിന് പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അവിടെ തിരക്കുണ്ട്. എന്ത് തിരക്കാന്ന് നോക്കി.